എത്രയോ കുടുംബങ്ങളാണ് നിരാശയിലും വേദനയിലും പെട്ട് അതിനെ അഭിമുഖീകരിക്കാൻ, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയകലാൻ വേണ്ടി ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നാണക്കേടും അപമാനങ്ങളും ഭാരങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ അവർക്ക് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. നിരാശ അവരെ അടിമപ്പെടുത്തുന്നു. സഹനങ്ങളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ തളർന്നു പോകുന്നത്. അതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ കുറവാണ്, കർത്താവിൽ ആശ്രയിക്കാത്തതിൻ്റെ കുറവാണ്. ഏതു വലിയ പ്രശ്നം വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ദൈവം എന്നെ നയിക്കും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും.